ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, ഈ കുടുംബത്തിന് ഒരു കെട്ടുറപ്പുണ്ടെങ്കിൽ അതിൽ അച്ഛനും അമ്മയ്ക്ക് എത്രത്തോളം പങ്കുണ്ടോ അതുപോലെ തന്നെ നയന മോൾക്കും ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ജയൻ അങ്ങോട്ട് പോകുന്നത്. പോയി കഴിയുമ്പോൾ മോളോട് ചോക്ലേറ്റ് ഒക്കെ കഴിച്ചോളാൻ പറഞ്ഞിട്ട് ആ ജയനും അങ്ങ് പോവാട്ടോ. അവർ രണ്ടുപേരും ഇങ്ങനെ പോയി കഴിയുമ്പോഴേക്ക് ഇതൊന്ന് പൊട്ടിച്ച് തരുമോ, ചോക്ലേറ്റുകാരൊന്ന് പൊട്ടിച്ച് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദേവയാനിയുടെ അടുത്തേക്ക് മോള് ചെല്ലുക. അപ്പോൾ ദേവേനി ചോദിക്കും, ഞാൻ എന്തിനാ പൊട്ടിച്ചു തരുന്നേ, നിനക്ക് തന്നെ പൊട്ടിച്ചു തരുന്നേ, കൈയും കാലും ഒക്കെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ കുഞ്ഞല്ലേ, ഒന്ന് പൊട്ടിച്ചതാ മുത്തശ്ശി എന്ന് പറയും. അന്നേരം ദേവേനി മനസ്സിലോർക്കും, ഈശ്വര ഇവളെ വെറുക്കണമെന്ന് മനസ്സിലോർത്താലും കാണുമ്പോൾ അറിയാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോവുകയാണല്ലേ എന്നോർത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ദേവയാനി അത് പൊട്ടിച്ച മോളുടെ കയ്യിലോട്ട് കൊടുക്കുക കേട്ടോ. കൊടുത്തു കഴിയുമ്പോൾ അത് കുറച്ചെടുത്ത് വായിലും ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഇത് മുത്തശ്ശിയാണ് പൊട്ടിച്ച് തന്നെന്ന് ആരോടും പറയരുത് കേട്ടോ. അന്നേരം മോള് പറയും, ഇല്ല ഞാൻ പറയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അജയനെയാണ്. അജയൻ ജാനകിയുടെ അടുത്തോട്ട് ചെന്നിട്ട് പറയുവാണ്, എല്ലാവർക്കും പേരക്കുട്ടികളായി. ഇപ്പോൾ ആദർശിൻ്റെ മോളല്ലേ ചന്തുമോള്, എങ്കിലും അവരാ കുഞ്ഞിനെ സ്വന്തം മോളായി കണ്ടു തുടങ്ങി. അതുപോലെ അഭിക്കും നവിക്കും ഒരു കുഞ്ഞുണ്ടായി, ഇനി നമുക്കൊരു പേരക്കുട്ടി ഉണ്ടാകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ജാനകി പറയാണ്, അത് ഈ ജന്മം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നേരം അജയൻ ചോദിക്കും, അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴേക്കും പറയുന്നുണ്ട്, രണ്ടുപേരും ബെഡ്റൂമിൽ ഇന്നും വഴക്കാണ്, രണ്ടുപേരും ഇതുവരെ സ്നേഹിച്ചിട്ടില്ല. ആനിയാണെങ്കിൽ ഇതുവരെ അനാമിക മോളെ ഭാര്യയായിട്ട് പോലും കണ്ടിട്ടില്ല. അവർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നാണ് ഒരു ദിവസം നിവർത്തിയിട്ട് മോളെന്നോട് പറഞ്ഞത് എന്ന് ജാനകി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ ജാനകി പറയുന്നുണ്ട്, ഇതിനൊക്കെ കാരണം നമ്മുടെ മോനാണ്, അവൻ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ആ പെണ്ണിൻ്റെ പുറകെ നടക്കുമല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അജയൻ പറയുന്നുണ്ട്, ശരിക്കും അവളെ മതിയായിരുന്നു നമ്മുടെ മരുമോളായിട്ട് എന്ന് പറയും. അന്നേരത്തേക്കും ജാനകി അങ്ങ് പൊട്ടിത്തെറിക്കും. ജാനകി പറയാണ്, ആ ഒരു കാര്യം മാത്രം നിങ്ങൾ സംസാരിക്കരുത്, അനാമിക മോളെ പോലെ നല്ലൊരു പെൺകുട്ടി കിട്ടിയിട്ട് നിങ്ങൾ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൾ അത്രയ്ക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഈ കല്യാണം ഒരു അബദ്ധമായി പോയെന്നാണ് അച്ഛനും അമ്മയും അടക്കം എല്ലാവരും പറയുന്നത് എന്ന് അജയൻ പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട്, അങ്ങനെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു പറയിപ്പിച്ചതാണ് നയന. എൻ്റെ മരുമോളുടെ സ്വഭാവ ഗുണം എന്താണെന്ന് എനിക്കറിയാം. അത് തിരിച്ചറിയണമെങ്കിൽ, അത് കാണണമെങ്കിൽ നിങ്ങളൊക്കെ കണ്ണ് തുറന്ന് കാണണം, അല്ലെങ്കിൽ കാണാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ജാനകി പോകാൻ തുടങ്ങുമ്പോൾ അജയൻ പറയുന്നുണ്ട്, നിനക്ക് നിന്റെ വാശി നടക്കണം, അത്രേ ഉള്ളൂ, അല്ലാതെ നമ്മുടെ മോൻ്റെ സുഖമോ അവൻ്റെ മനസ്സമാധാനമോ ഒന്നും നിനക്ക് കാര്യമല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്ക് ജാനകി പറയുകയാണ്, എൻ്റെ മരുമകളെ പോലെ ഒരു നല്ല പെൺകുട്ടി ഇവിടെ ഉള്ളപ്പോൾ അവളെ ഒഴിവാക്കി മറ്റൊരുവളെ കൂടെ ജീവിക്കാമെന്നും അതുമൂലം ഒരു സുഖമോ സമാധാനമോ അവന് കിട്ടുമെന്നും അവന് ജന്മം ചിന്തിക്കേണ്ട, അത് നടക്കൂല എന്നിങ്ങനെ പറഞ്ഞിട്ട് ജാനകി അങ്ങ് പോകുമ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് അജയൻ. പിന്നെ കാണിക്കുന്നത് ഒരു കപ്പ് ചായയൊക്കെ ആയിട്ട് ദേവയാനിയാണെങ്കിൽ മുത്തശ്ശൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ചെന്നിട്ട് മുത്തശ്ശൻ ഇങ്ങനെ ചായയൊക്കെ കൊടുക്കും. എന്നിട്ട് പറയുവാണ്, എനിക്ക് അച്ഛനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നിന്നെ കണ്ടുകൊണ്ട് സംസാരിക്കണമെന്ന് ഞാനും കരുതിയിരിക്കുകയായിരുന്നു, ചന്തുമോളുടെ കാര്യമല്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ ആ കുട്ടീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും ആദർശനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് എൻ്റെ മനസ്സിൽ ഉറച്ച ഒരു കാരണമുണ്ട്. ആദർശ തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറച്ചൊരു വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. ഒരിക്കലും ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. പിന്നെ ആ കുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ചന്തുമോളുടെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞത് അനന്തപുരിയിലെ കൊച്ചു മകനാണ് ആ ചന്തുമോളുടെ അച്ഛൻ എന്നാണ്. അത് മുഴുപ്പിക്കാൻ മോൾക്ക് പറ്റിയില്ല. എന്തായാലും അസുഖത്തിൻ്റെ തീവ്രത കൊണ്ട് അവൾ കോമ സ്റ്റേജിലായിട്ടും മരണക്കിടക്കയിൽ വെച്ച് അവൾ എന്നോട് പറയാൻ ശ്രമിച്ചതിൽ ചില സത്യങ്ങളുണ്ട് എന്നിങ്ങനെ എനിക്കറിയാവുന്നതുകൊണ്ടും പിന്നീട് മരണവീട്ടിൽ നടന്ന പല കാര്യങ്ങൾ കണ്ടപ്പോഴും അവിടുന്ന് തിരിച്ചിറങ്ങി പോന്നപ്പോൾ ചന്തുമോൾ ഓടി വന്ന് അച്ഛ എന്ന് പറഞ്ഞ ആദർശിൻ്റെ കാലം ഇങ്ങനെ വീണ് കയ്യിൽ പിടിച്ചിങ്ങനെ കരഞ്ഞപ്പോഴും ഒക്കെ അത് കണ്ടു നിൽക്കാൻ വയ്യായിരുന്നു. അതുകൊണ്ട് ഇതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, ഒളിഞ്ഞു കിടപ്പുണ്ടോ എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ചന്തുമോളുടെ നിസ്സഹായാവസ്ഥ അറിഞ്ഞുകൊണ്ട് ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നിന്നോട് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞേക്കാം, ആദർശ് ഇതിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇതിലെന്തോ ചതി നടക്കുന്നുണ്ട്, അതൊരിക്കൽ തെളിയുമെന്ന് മുത്തശ്ശൻ പറയുക. അന്നേരം ദേവയാനി ചോദിക്കുന്നുണ്ട്, ആദർശന് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവനത് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണ്ടേ അച്ഛാ എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിപ്പോൾ പ്രൂവ് ചെയ്താലും ഇല്ലെങ്കിലും ചന്തുമോളെ നയനമോൾ വിട്ട് കളയാനായിട്ട് പോകുന്നില്ല, അവളുടെ സ്വന്തം മോളായിട്ട് ആ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്,
അങ്ങനെ അവൾ കാണാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് അച്ഛനല്ലേ എന്ന്. അന്നേരം മുത്തശ്ശനും പിന്നെയും ചോദിക്കുന്നുണ്ട്, ആദർശനും നയനയും മോളും കൂടി ഇങ്ങനെ ഡോക്ടർ ഹേമയെ പോയി കണ്ടായിരുന്നല്ലോ, എന്നിട്ട് റിസൾട്ട് വന്ന് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ആദർശന് ഉടനെ ഒന്നും ഒരു കുട്ടി ഉണ്ടാകില്ല, അവന് ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കുറച്ചുനാൾ മെഡിസിൻ എടുക്കണമെന്നാണ് പറഞ്ഞത് എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ആ ഒരു അവസ്ഥ മുൻകൂട്ടി കണ്ട് ഞാൻ ചന്തുമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതൊന്നുമല്ല. അവർ രണ്ടുപേരും ആ കുട്ടിയെ ഇപ്പോൾ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതങ്ങനെ അങ്ങ് പോകട്ടെ. ഏതായാലും ഇതിൻ്റെ അകത്ത് നടന്ന ചതി എന്താണെങ്കിലും ഒരിക്കൽ പുറത്തു വരും. അന്ന് നിനക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശനും അങ്ങോട്ട് പോവാട്ടോ. ദേവയാനി ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് നിൽപ്പുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേണുവിനെയും അതുപോലെ അനാമികയും ഒക്കെയാണേ. വേണുവിന് ഇങ്ങനെ ഭയങ്കര സന്തോഷം, കാരണം നന്ദുവിനെ അവിടെ ഇട്ട് ഇങ്ങനെ ട്രെയിനർ ഇങ്ങനെ വട്ടം തിരിക്കുകയാണല്ലോ, അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ ഇരിക്കുക. അന്നേരം രേവതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്, എന്തെങ്കിലും ഉണ്ട് തുറന്ന് പറയുമെന്ന് പറയുമ്പോൾ, അല്ല ആ നന്ദു എന്ന് പറഞ്ഞ അവളില്ലേ, അവളുടെ ആ ട്രെയിനിങ് ക്യാമ്പിലെ അവസ്ഥ ഓർത്ത് ഞാൻ ചിരിച്ചതാണ്. അവളെ ശരിക്കും വട്ടം കറക്കുന്നുണ്ട് വേണു സാറ്. കഴിഞ്ഞ ദിവസം ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിരുന്നപ്പോൾ അവളുടെ ഫോണിൽ ഒരു കോൾ വന്നു. ആ ഫോൺ പിടിച്ചു വാങ്ങി നോക്കിയപ്പോൾ ആരാണെന്ന് നിനക്കറിയാമോ, അനാമിക എന്ന് ചോദിക്കുമ്പോൾ, വേറെ ആരാ, എൻ്റെ കെട്ടിയവൻ അനി തന്നെ ആയിരിക്കും എന്ന് പറയുക. അന്നേരം അവൻ തന്നെ ആയിരുന്നു. പിന്നെ നിൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി അവൾ ശ്രമിക്കുന്ന കാര്യമൊക്കെ ഞാൻ വേണു സാറിനോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വേണു സാർ കാര്യമെല്ലാം മനസ്സിലാക്കി, അതുകൊണ്ട് തന്നെ അവളെ ഇട്ട് നക്ഷത്രം എണിക്കുകയാണ് എന്നിങ്ങനെ പറയും. എന്നിട്ട് അനാമികയോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ നീയും അനിയും തമ്മിൽ ഒരു കുടുംബജീവിതം ഉണ്ടാകും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് അവിടുന്ന് എന്തെങ്കിലും കാര്യമായിട്ട് നേടിയെടുക്കാൻ ശ്രമിക്കാൻ മേലായിരുന്നോ? നിൻ്റെ അമ്മായിയമ്മയുടെ പേരിൽ ഒരുപാട് സ്വത്തൊക്കെ ഉള്ളതല്ലേ, അതിൽ കുറച്ചെങ്കിലും നിൻ്റെ പേരിലേക്ക് എഴുതി തരാൻ നിനക്ക് പറയാൻ മേലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട്, അതിലേക്കൊന്നും എത്താറായിട്ടില്ല അച്ഛാ. ഇനിയിപ്പോൾ അമ്മ അങ്ങനെ ചെയ്താൽ തന്നെ അനിയുടെ അച്ഛനും ഒക്കെ എതിർക്കും. അതുകൊണ്ട് ആ കുടുംബത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി 4 വഴിക്കാക്കണം, എങ്കിലേ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ വേണു പറയുവാണ്, ആ കാർന്നോർ അവിടെ ജീവിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങേരുള്ളിടത്തോളം കാലം ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുക. അന്നേരം അനാമിക പറയുന്നുണ്ട്, പയ്യെല്ലാം സമാധാനിക്കുക, അല്ലാതെ പെട്ടെന്നെല്ലാം ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. എങ്കിലും നന്ദു അവിടെ കിടന്ന് കഷ്ടപ്പെടുവാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അനാമികയ്ക്ക്. അനാമിക അത് വേണുവിനോട് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആദർശിനെയും നയനയാണ്. രണ്ടുപേരും ചന്തു മോൾക്ക് എന്തൊക്കെയോ ഇങ്ങനെ കളിപ്പാട്ടങ്ങളും അതുപോലെ ഡ്രസ്സും ഒക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് വരുവാണ്. നയനയെ കാണുമ്പോൾ ഓടിപ്പോയി നയനാമേ എന്ന് പറഞ്ഞ് ഇങ്ങനെ അടുത്തോട്ട് ഓടി ചെല്ലുക കേട്ടോ. ചന്തുമോളെ എടുത്തൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് നയന. എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് മോൾക്ക് എന്താ മേടിച്ചുകൊണ്ട് വന്നേക്കുന്നതെന്ന് കാണണ്ടേ എന്നിങ്ങനെ ചോദിച്ചിട്ട് ഒരു കവറൊക്കെ തുറന്ന് കാണിക്കുകയാണ്. അതിനകത്ത് മോൾക്ക് ഒരു ഉടുപ്പാട്ടോ. എന്നിട്ട് പറയും, ഈ ഉടുപ്പൊക്കെ ഇട്ട് ഞാൻ എൻ്റെ മോളെ നല്ല സുന്ദരിയാക്കിയിട്ട് വരട്ടെ എന്നിങ്ങനെ പറയും. ആദർശിന് നേരത്തെ പോലെ അങ്ങനെ ദേഷ്യമൊന്നുമില്ല കേട്ടോ മോളോട്, എങ്കിൽ ഞാനും കൂടെ വരാം എന്നിങ്ങനെ പറയും. അന്നേരം നയന പറയും, അതെ, പെൺകുട്ടികളെ ഡ്രസ്സ് മാറുന്നിടത്തേക്ക് ആണുങ്ങൾ വരേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഒരുങ്ങി റെഡിയായി നല്ല സുന്ദരിയായിട്ട് ഞങ്ങൾ അമ്മയുടെ അടുത്തോട്ട് പോകാൻ തുടങ്ങിയാണ് എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ റെഡിയായി സുന്ദരിയായതിനു ശേഷം ഇടയ്ക്ക് എൻ്റെ അടുത്തുകൂടെ വരണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പോകത്തില്ല, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് പോകണമെങ്കിൽ എനിക്കൊരു നല്ലൊരു ചക്കര ഉമ്മതാ, എന്നാലേ ഞാൻ പോകുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയാണ്. ഏതായാലും നയന മോളെ എടുത്തുകൊണ്ട് ഇങ്ങനെ ആദർശൻ്റെ അടുത്തോട്ട് ചെല്ലുന്നു. ആദർശന് നല്ലൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് മോള്. അതിനുശേഷം മോളെ ഒരുക്കി നല്ല സുന്ദരിയാക്കി ദേവേനയുടെ അടുത്തോട്ട് പറഞ്ഞു വിടുവാണ് നയന. എന്നിട്ട് മോള് ദേവേനയുടെ അടുത്ത് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് കണ്ടോ, പുതിയ ഡ്രസ്സാ, ഇതിട്ടിട്ട് ഞാൻ സുന്ദരിയാണോ, നല്ലതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ദേവേനി മനസ്സിൽ ഓർക്കുന്നുണ്ട്, പുതിയ ഡ്രസ്സിൽ നല്ല ഭംഗിയുണ്ടല്ലോ മോളെ കാണാനെന്ന്. പക്ഷേ അത് പുറത്ത് കാണിക്കാതെ ഇതൊക്കെ ഇട്ട എൻ്റെ അടുത്തേക്ക് വരേണ്ട കാര്യം എന്തായിരുന്നു നിനക്ക്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്തോട്ട് വരരുതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ, എന്നോട് നയനമ്മ പറഞ്ഞിട്ടാ വന്നത് എന്ന് പറയും. അവൾ അങ്ങനെ പറയും എന്ന് എനിക്കറിയാം എന്ന് ദേവയാനി പറയുന്നുണ്ട്. അന്നേരത്തേക്ക് നയന അങ്ങോട്ട് ചെല്ലും. എന്നിട്ട് എങ്ങനെയുണ്ട് അമ്മ മോളുടെ ഡ്രസ്സ് എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ, നീ അവളെ മകളായിട്ട് ഏറ്റെടുത്തേക്കുമല്ലേ, നീ തന്നെ നോക്കിയാൽ മതി, എന്നോട് ഇങ്ങനെ ചോദ്യങ്ങളൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ, അമ്മേ, ആദർശേട്ടൻ്റെ സന്തോഷം അതേ ഞാൻ മനസ്സിൽ കണ്ടുള്ളൂ, ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ ആദർശൻ്റെ കൂടെ നിൽക്കുകയാണ് എന്ന് പറയുക. അന്നേരം ദേവയാനി ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് പ്രൂവ് ചെയ്യാലോ, അതിനെന്താ ശ്രമിക്കാത്തത് എന്ന് ചോദിക്കുക കേട്ടോ. അന്നേരം നയന പറയും, ഇപ്പോൾ പ്രൂവ് ചെയ്താലും ഇല്ലെങ്കിലും മോളെ ഞാൻ വിട്ട് കളയാനൊന്നും പോകുന്നില്ല.
മോളെ ഞാൻ എൻ്റെ സ്വന്തം മോളായിട്ട് തന്നെ ഇനി കാണാൻ തീരുമാനിച്ചിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. എന്നിട്ട് ദേവേനോട് പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ മുഖം തിരിച്ച് നടക്കരുത് ആദർശേട്ടനോട്. ആദർശേട്ടൻ അത് ഭയങ്കര വിഷമമാണെന്ന് പറയുമ്പോൾ നിനക്ക് ആദർശേട്ടൻ്റെ വിഷമം മാത്രം കണ്ടാൽ മതിയല്ലോ, ബാക്കിയുള്ളവരുടെ നെഞ്ച് പൊട്ടുന്നത് നിനക്ക് കാണണ്ടല്ലോ എന്ന് പറയുമ്പോൾ അമ്മ എന്തിനാ ഈ കൊച്ചുകുട്ടിയോട് ഇതുപോലെ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? അമ്മയുടെ മനസ്സിൽ അവളോട് നല്ല സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം, എന്നിട്ട് ഇങ്ങനെ പുറമേ ഈ ദേഷ്യം അഭിനയിക്കുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമല്ല എന്നിങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം മാറും, ആദർശ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയുമ്പോൾ അമ്മയ്ക്ക് ഇതെല്ലാം ചെയ്തത് മോശമായി പോയല്ലോ ഇങ്ങനെ എന്ന് ഓർത്ത് അമ്മ വിഷമിക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നയന. എന്നിട്ട് നയന അങ്ങോട്ട് പോവാണ്. ദേവയാനിക്ക് മോളെ ഇങ്ങനെ സ്നേഹിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ആദർശിൻ്റെ മേൽ ഇതുപോലെ ഒരു കളങ്കം കിടക്കുവാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ദേവയാനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ നാളെ എന്തൊക്കെ നടക്കും നമുക്ക് കാണാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.